ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്കാണ് പ്രഥമ പരിഗണനയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. കോഴിക്കോട് ഇരിങ്ങാടൻപള്ളി ജംഗ്ഷന് സമീപം വാഹനാപകടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കോഴി ഫാം ഉടമകൾ കൃത്രിമ ക്ഷാമം സൃഷ്ടിച്ച് ചിക്കന് വില വർദ്ധിപ്പിക്കുകയാണെന്ന് ചിക്കൻ വ്യാപാരികൾ. കൃഷിക്കാരൻ കൂടിയായതുകൊണ്ടാണ് താൻ ദിവസം മുഴുവനും ഊർജ്ജസ്വലനായിരിക്കുന്നതെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ O സദാശിവൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്കാണ് പ്രഥമ പരിഗണനയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. വർഗീയ നിലപാടിനെ പൂട്ടേണ്ടവർ പൂട്ടുന്നില്ലെന്ന് വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെ സംബന്ധിച്ച ചോദ്യത്തിന് PMA സലാം മറുപടിയായി കൂട്ടിച്ചേർത്തു. അല്ല, സ്ഥാനാർത്ഥികളെ കുറിച്ച് തീരുമാനമായിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിയുമ്പോൾ ശരിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യവും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങളെ രംഗത്തിറക്കിയത് ആണായാലും പെണ്ണായാലും മുസ്ലിം ലീഗല്ലേ. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അർഹമായ പ്രാതിനിധ്യം എല്ലാ വിഭാഗങ്ങൾക്കും പാർട്ടിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടാകും. അതിലേക്ക് അഭിപ്രായങ്ങൾ ഇന്ന് ഉണ്ടായി. പക്ഷെ തീരുമാനങ്ങൾ പാർട്ടി നേതൃത്വം എടുക്കും. ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ പരിചയസമ്പന്നരും അസംബ്ലിയിൽ വേണം, പുതുമുഖങ്ങൾക്ക് അവസരവും കിട്ടണം. ഇതാണ് പാർട്ടിയുടെ പൊതു നിലപാട്. അല്ല, കൂടുതൽ സീറ്റുകൾക്ക് പാർട്ടിക്ക് അർഹതയുണ്ട് എന്നാണ് തങ്ങൾ പറഞ്ഞത്. അത് നിങ്ങൾ തന്നെ പറയല്ലേ, നിങ്ങളും പറയുന്നത് അതന്നെയല്ലേ, അതിൽ നമുക്ക് തർക്കമില്ലല്ലോ. പക്ഷെ അത് വാങ്ങുവോ കിട്ടുമോ വാങ്ങൂലേ നിർക്കുവോ അതിലേക്ക് എത്തിയിട്ടില്ല. ഞങ്ങളെ പ്രഥമ പരിഗണന വിജയസാധ്യത. പിന്നെ ഇത്തരം പ്രസ്താവനകൾ ജാതീയമായും മതപരമായും വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ഇന്ത്യൻ ക്രിമിനൽ നിയമപ്രകാരം തെറ്റാണ്. ആ തെറ്റ് ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കേണ്ട ആഭ്യന്തര വകുപ്പാണ്. അത് എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇരിങ്ങാടൻപള്ളി ജംഗ്ഷന് സമീപം വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. ബിവറേജിലേക്ക് ലോഡുമായി വരികയായിരുന്ന ലോറി കാറുമായി കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവറാണ് മരണപ്പെട്ടത്. കോഴിക്കോട് ഇരിങ്ങാടൻപള്ളി ജംഗ്ഷന് സമീപം ബിവറേജിലേക്ക് ലോഡുമായി വരികയായിരുന്ന ലോറി കാറുമായി കൂട്ടിയിടിച്ചു മറിഞ്ഞ് ലോറി ഡ്രൈവർ മരിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയാണ് അപകടം നടന്നത്. കുടുങ്ങിക്കിടന്ന ആളെ ഫയർഫോഴ്സ് എത്തി ഹൈഡ്രോളിക് കട്ടറിന്റെ സഹായത്തോടെ പുറത്തെടുത്ത് മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു. റോഡിൽ ചിതറിച്ചെറിച്ച മദ്യക്കുപ്പികൾ എക്സൈസ് അധികൃതർ എത്തിയ ശേഷം നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴി ഫാം ഉടമകൾ കൃത്രിമ ക്ഷാമം സൃഷ്ടിച്ച് ചിക്കന് വില വർദ്ധിപ്പിക്കുകയാണെന്ന് ചിക്കൻ വ്യാപാരികൾ. ഇതിൽ പ്രതിഷേധിച്ച് കോഴിക്കടകൾ അടച്ചിട്ട് സമരത്തിനൊരുങ്ങുകയാണ് വ്യാപാരികൾ.
പൂഴ്ത്തിവയ്പ് നടത്തി കോഴിക്ക് കൃത്രിമ ക്ഷാമം സൃഷ്ടിച്ച് വില കുത്തനെ ഉയർത്തുന്ന വൻകിട ഫാമുകളുടെ നടപടിക്കെതിരെ ചിക്കൻ വ്യാപാരികൾ കടയടപ്പ് സമരത്തിലേക്ക്. കോഴിയിറച്ചി ബ്രോയിലറിന് കിലോയ്ക്ക് 290 രൂപയും ലഗോണിന് 230 രൂപയും സ്പ്രിങ്ങിന് 340 രൂപയുമാണ് നിലവിലെ വില. ക്രിസ്മസ്, ന്യൂ ഇയർ, സ്കൂൾ അവധി എന്നിവയുടെ മറവിൽ കൃത്രിമക്ഷാമം സൃഷ്ടിച്ച് ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് ഫാം ഉടമകൾ വില വർദ്ധിപ്പിക്കുന്നതെന്ന് ചിക്കൻ വ്യാപാരി വ്യവസായി സമിതി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുസ്തഫ കിണാശ്ശേരി പറഞ്ഞു. ഈ നടപടി ചിക്കൻ വ്യാപാരികളെയും പൊതുജനത്തെയും ഒരുപോലെ ബാധിക്കുന്നതാണെന്ന് സമിതി ജില്ലാ കമ്മിറ്റി യോഗം വിലയിരുത്തി. പൂഴ്ത്തിവെപ്പ് നടത്തുന്ന ഫാമുകളിൽ സിവിൽ സപ്ലൈസ് അധികൃതർ റെയ്ഡ് നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്ന് യോഗം ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. നടപടികൾ ഇല്ലാത്ത പക്ഷം കോഴിക്കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാനും തീരുമാനിച്ചു. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് KV റഷീദ് അധ്യക്ഷത വഹിച്ചു. ആക്ടിംഗ് സെക്രട്ടറി ഫിറോസ് പൊക്കുന്ന്, മുനീർ പാലശ്ശേരി, സാദിഖ് പാഷ, സിയാദ്, ആബിദ്, നാസർ, ഉമ്മർ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ട്രഷറർ CK അബ്ദുൾ റഹ്മാൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൊതുപ്രവർത്തകൻ എന്നതിലുമപ്പുറം ഒരു കൃഷിക്കാരൻ കൂടിയായതുകൊണ്ടാണ് താൻ ദിവസം മുഴുവനും ഊർജ്ജസ്വലനായിരിക്കുന്നതെന്ന് മേയർ O സദാശിവൻ. എനർജൈസേഴ്സ് കൂട്ടായ്മയുടെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേയർ. എനർജൈസേഴ്സ് ഹബ്ബ് കൂട്ടായ്മയുടെയും ജനശബ്ദത്തിന്റെ മനഃശക്തി പതിപ്പ് പ്രകാശനത്തിന്റെയും ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ O സദാശിവൻ നിർവഹിച്ചു. കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി അതിരാവിലെ എണീക്കുമ്പോഴാണ് തനിക്ക് പ്രകൃതിയെ ഏറെ അടുത്തറിയാൻ കഴിയുന്നതെന്ന് മേയർ പറഞ്ഞു. ചുറ്റുപാടിന്റെ സൗന്ദര്യം ഒരു ബഹളവുമില്ലാതെ നേരിട്ടറിയുന്ന നിമിഷങ്ങളാണ് ഓരോ ദിനത്തിലും അന്ന് മുഴുവനും പോസിറ്റീവ് എനർജിയായി ഇരിക്കാൻ തനിക്ക് കരുത്തു പകരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലൈറ്റ് സർക്കിൾ ലോഗോ പ്രകാശനവും മേയർ നിർവഹിച്ചു. മനുഷ്യന്റെ കഴിവുകൾ സമൂഹത്തിന് ഗുണപരമായി മാറ്റുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന എനർജൈസേഴ്സ് ഹബ്ബ് പോലുള്ള സാമൂഹ്യ കൂട്ടായ്മകൾ ഏറെ മാതൃകാപരമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും മേയർ വിശദീകരിച്ചു. ചടങ്ങിൽ എനർജൈസേഴ്സ് ഹബ്ബ് ചെയർമാൻ സൈനുദ്ദീൻ മാറഞ്ചേരി അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK നവാസ് മുഖ്യ സന്ദേശം നൽകി. എനർജൈസർ ഹബ്ബ് ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ CK റാഷിദ്, ജനശബ്ദം ന്യൂസ് ചീഫ് എഡിറ്റർ M സിബ്ഗത്തുള്ള, AP കുഞ്ഞാമു, മോയിൻ പാറമ്മൽ, NK അബ്ദുൽ അസീസ് എന്നിവർ സംസാരിച്ചു. ആളുകൾ അതുല്യ പ്രതിഭകളാണ്. ഓരോ ആളുകളുടെ ഉള്ളിലെയും അതിശക്തമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട്. എന്നാൽ നമ്മൾ മനുഷ്യർക്കിടയിൽ ജീവിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഈ ശക്തി ചോർന്നു പോകുന്നുണ്ട്. നമുക്ക് മനുഷ്യർക്കിടയിൽ അല്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റില്ല. കാട്ടിലൊന്നും പോയിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല. മനുഷ്യർക്കിടയിൽ തന്നെ നമുക്കൊരു ജീവിതവും ഉള്ളൂ. അവിടെ നമുക്ക് മനഃശക്തി ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും അത്യുജ്വലമായ രീതിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും എന്നതാണ് ഈ ക്ലാസ്സിലൂടെ എല്ലാ ദിവസവും കഴിഞ്ഞ 600 ദിവസമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിനിമാ പിന്നണി ഗായകൻ മുസ്തഫ മാത്തോട്ടവും സംഘവും അവതരിപ്പിച്ച സംഗീത വിരുന്നും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഇന്നെന്താ ഓഫീസിൽ നിന്ന് വൈകിയത്? ഒന്നും പറയണ്ട, നല്ല തിരക്കായിരുന്നു. ഇന്നും പാല് വാങ്ങാൻ മറന്നോ? ഞാനത് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ ഞാൻ വാങ്ങിച്ചു. അതും മിൽമയുടെ ലോങ് ലൈഫ് പാൽ. ഇത് ഒരുപാടുണ്ടല്ലോ, ഇത്രയും വാങ്ങിയ കേടാവില്ലേ? ഇല്ലെന്നേ, അതിനെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു. മിൽമ ലോങ് ലൈഫ് പാൽ അത്യാധുനിക UHT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്കരിച്ച് അണുവിമുക്തമാക്കി 5 ലെയർ അസെപ്റ്റിക് പാക്കിംഗിലാണ് ലഭിക്കുന്നത്. തണുപ്പിക്കാതെ തന്നെ 3 മാസം വരെ കേടാവാതിരിക്കും. പാക്കറ്റ് പൊട്ടിച്ച ശേഷം മാത്രം തണുപ്പിച്ച് സൂക്ഷിച്ചാൽ മതി. കൂടാതെ വൈറ്റമിൻ A
എയും ഡിയും ഉണ്ട്. മായം ഒന്നുമില്ല. സാങ്കേതിക വിദ്യ പോയ പോക്കെ. വിശ്വസിക്കാം മിൽമയെ. അപ്പൊ ഇനി പാല് മുടങ്ങില്ലല്ലേ? ഇനി വാങ്ങാം മിൽമ ലോങ് ലൈഫ് പാൽ. സേഫ് ആണ്, ഹെൽത്തിയാണ്. മിൽമ, കേരളം കണി കണ്ടുണരുന്നു. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ആഴ്ചവട്ടം സ്നേഹം കൂട്ടായ്മ കോട്ടപ്പറമ്പ് ആശുപത്രിയിലേക്ക് ഫാനുകൾ കൈമാറി. ചടങ്ങിൽ സ്നേഹം കൂട്ടായ്മ ഭാരവാഹികളും ആശുപത്രി അധികൃതരും പങ്കെടുത്തു. സ്നേഹം കൂട്ടായ്മ ആഴ്ചവട്ടം കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ പ്രസവ വാർഡിലേക്ക് ഫാനുകൾ നൽകി. സ്നേഹം കൂട്ടായ്മ ചെയർമാൻ BK പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമായിട്ടും നമ്മുടെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന പാപങ്ങളായിട്ടുള്ള പ്രായമുള്ള അമ്മമാരെയും അതുമായി തന്നെ അച്ഛന്മാർക്കും ഒക്കെ തന്നെ ഭക്ഷണവും വസ്ത്രവും രോഗമുള്ളവർക്ക് മരുന്നും എത്തിച്ചു കൊടുക്കുക എന്നാണ് പ്രധാനമായിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അർഹതപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ RMO ഡോക്ടർ ബിന്ദു AV അധ്യക്ഷയായിരുന്നു. ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ സ്പോൺസർ ചെയ്യോ, ലൈറ്റോ ഫാനോ എന്തെങ്കിലും തരുമോ, അല്ലെങ്കിൽ AC ആക്കി തരുമോ? അപ്പൊ പ്രേമേട്ട പറഞ്ഞു. പ്രേമേട്ടന് എപ്പോഴും എന്താ വെച്ചാൽ എനിക്കിങ്ങനെ വാട്സപ്പിൽ ഈ സ്നേഹം കൂട്ടായ്മ ചെയ്യുന്ന പല പ്രവർത്തികളുടെയും കാര്യങ്ങൾ അയച്ചു തരാറുണ്ട്. ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ശ്രീന, ആശുപത്രി ജൂനിയർ സൂപ്രണ്ട് രശ്മി, നഴ്സിംഗ് സൂപ്രണ്ട് ഇൻചാർജ് സ്വപ്ന, SN റഷീദ, സീനിയർ നഴ്സിംഗ് ഓഫീസർ കൊച്ചുമോൾ, സ്റ്റോർ സൂപ്രണ്ട് അനിൽ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രവാസി പ്രവർത്തകനും എഴുത്തുകാരനുമായ RJ സജിത്തിന്റെ അഫ്രാജ് സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദം എന്ന പുസ്തകം ജനുവരി 9 പ്രകാശനം ചെയ്യും. മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ളയിൽ നിന്നും കവി PP ശ്രീധരൻ ഉണ്ണി പുസ്തകം സ്വീകരിക്കും. UK കുമാരൻ പുസ്തകം പരിചയപ്പെടുത്തും. കാലിക്കറ്റ് പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ A സജീവൻ അഫ്രാജ് സ്വാതന്ത്ര്യത്തിന്റെ ശബ്ദം എന്ന പുസ്തകത്തിന്റെ കവർ പേജ് പ്രകാശനം ചെയ്തു. ഖത്തറിലെ തടവറകളിൽ നിന്നുയർന്ന നേരിട്ടുള്ള സാക്ഷ്യപത്രമായ ഈ കൃതി ജയിൽ ജീവിതത്തിനിടയിൽ ലഭിച്ച നിയമഗ്രന്ഥങ്ങളുടെയും സഹതടവുകാരുടെ അനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങളെ തുറന്നു കാട്ടുന്നതാണെന്ന് RJ സജിത്ത് പറഞ്ഞു. പുസ്തക പ്രകാശന ചടങ്ങിൽ സംഘടിപ്പിക്കുന്ന പുസ്തക ചർച്ചയ്ക്ക് VR സുധീഷ് നേതൃത്വം നൽകും. ടാഗോർ ഫൗണ്ടേഷനാണ് സംഘാടകർ. വേദ പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. എൻ്റെ അടുത്തിരിക്കുന്ന ഇദ്ദേഹമാണ് സജിത്ത്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൈപ്പേറിയ അനുഭവങ്ങളെക്കുറിച്ച് ഇദ്ദേഹം ഒരു ഖത്തർ പ്രവാസിയായിരുന്നു, അവിടെ സംരംഭകനായിരുന്നു. ഇദ്ദേഹത്തിന് ഏർപ്പെട്ട ഒരുപാട് പ്രയാസങ്ങൾ ആ പുസ്തകത്തിൽ പ്രതിപാദിച്ചുകൊണ്ട് ശരിക്കും മലയാളത്തിലെ നമ്മുടെ മലയാളികൾ അനുഭവിക്കുന്ന യാതനകളും കഷ്ടപ്പാടുകളും ശരിക്കും ഒപ്പിയെടുത്തുകൊണ്ടുള്ള ഒരു പുസ്തകമാണ്. അതിന് നിദാനമായിട്ടുള്ള ഒരു എക്സ്പീരിയൻഷ്യൽ സ്റ്റോറിയാണ് ഈ ഒരു പുസ്തകം എന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. ഈ പരിപാടിയുടെ പ്രകാശനം കഴിഞ്ഞ ഉടനെ തന്നെ VR സുധീഷിന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച, ഒരു പാനൽ ചർച്ചയും കൂടെ ഈ പ്രോഗ്രാമിനനുബന്ധിച്ച് നടക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ നെല്ലിയോട്ട് ബഷീർ, ഷാബു പ്രസാദ് എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് പരപ്പിൽ സ്വദേശിനിയായ വീട്ടമ്മയ്ക്ക് CSCO അഭയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19ാമത്തെ വീടിന് തറയിട്ടു. മൈ ഹാർട്ട് ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ അലി ഫൈസലാണ് തറയിടൽ കർമ്മം നിർവഹിച്ചത്. പയ്യാനക്കൽ അൽഫല സ്കൂളിന് സമീപം ചിറ്റലക്കാട് പറമ്പിൽ 3 സെന്റ് സ്ഥലത്താണ് പരപ്പിൽ സ്വദേശിനിയായ വീട്ടമ്മയ്ക്ക് വീട് പണിയുന്നത്. CSCO അഭയം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 19ാമത്തെ വീടിന് തറയിട്ടത്. മൈ ഹാർട്ട് ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ അലി ഫൈസൽ തറയിടൽ കർമ്മം നിർവഹിച്ചു. ഉദ്ദേശശുദ്ധി നല്ലതെങ്കിൽ എക്കാലവും നിലനിൽക്കും. CSCO ഇക്കാര്യത്തിൽ മാതൃകയാണെന്ന് ഡോക്ടർ അലി ഫൈസൽ പറഞ്ഞു. മെമ്പേഴ്സിന്റെ ഉദ്ദേശശുദ്ധി ആൻഡ് നിയത്തുണ്ടല്ലോ, നിയത്ത് കറക്റ്റ് ആണെങ്കിൽ മുന്നോട്ട് പോകുന്ന പറയുന്നുണ്ടല്ലോ. അപ്പം ഇവിടെ ആരും അതൊരു പബ്ലിസിറ്റിക്കോ ഒരു വളരെ ലോക്കി ആയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. CSCO വിൽ കണ്ടിന്യൂ. ഞങ്ങളെല്ലാം പോയിട്ട് CSCO ഹാസ് ടു കണ്ടിന്യൂ. അതൊരു എസെൻഷ്യൽ തിങ് ആണ് കോഴിക്കോടുള്ള തെക്കേപ്പുറം ഭാഗത്തുള്ള കമ്മ്യൂണിറ്റിക്ക്. ആൻഡ് അതൊരു മോർ ഇൻക്ലൂസീവായിട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
സിഎസ്കോ പ്രസിഡന്റ് CBV സിദ്ദീഖ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, വൈസ് പ്രസിഡന്റ് K നൌഷാദ് അലി, സെക്രട്ടറി PVC യൂനുസ്, കൺവീനർ PM മെഹബൂബ്, CA ഉമ്മർ കോയ, AV അബ്ദുൽ കരീം, S അബ്ദുൽ റഹ്മാൻ, ആദം ഖാദിരിയത്ത്, ഡോക്ടർ OP മുഹമ്മദ് അലി, PN വലീദ്, EV മാലിക്, CVE ഗഫൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ വിളി തുടങ്ങി. ചായ ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛൻ്റെ ഒരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടേഴ്സ് ചായ ഉണ്ടാക്കാൻ അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പെരുവയിൽ മഹല്ല് റിലീഫ് കമ്മിറ്റിയും കോഴിക്കോട് ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനയും തിമിര നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. പെരുവയിൽ കൊണാറമ്പ് ദാറുസലാം മദ്രസയിൽ വെച്ചാണ് ക്യാമ്പ് നടത്തിയത്. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ നീണ്ടുനിന്ന ക്യാമ്പിൽ പങ്കെടുത്തവർക്കായി എല്ലാവിധ നേത്രരോഗങ്ങൾക്കും സൗജന്യ പരിശോധന ലഭ്യമാക്കി. ആധുനിക രീതിയിലുള്ള തുന്നലില്ലാത്ത വേദനാരഹിത തിമിര ശസ്ത്രക്രിയകളും IOL ശസ്ത്രക്രിയകളും മിതമായ നിരക്കിൽ ലഭ്യമാക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പ്രമേഹ രോഗികൾക്കുള്ള പ്രത്യേക നേത്ര പരിശോധനയും തുടർ ചികിത്സയും ക്യാമ്പിന്റെ ഭാഗമായി ഉറപ്പാക്കി. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായുള്ള മെഡിസെപ് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും ക്യാമ്പിലൂടെ ലഭ്യമാക്കി. മഹല്ല് റിലീഫ് കമ്മിറ്റി പ്രസിഡന്റ് KP മോയിൻകുട്ടി, സെക്രട്ടറി K അബ്ദുറഹിമാൻ, ഭാരവാഹികളായ PK മുനീർ, TK സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി നാട്ടുകാർ ക്യാമ്പിലെത്തി ചികിത്സാ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി. പെരുവൽ മഹല്ല് റിലീഫ് കമ്മിറ്റിയും ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണ് നിർണയ രോഗ ചികിത്സ നടത്തുന്ന ടീമും സംഘടിപ്പിക്കുന്ന ഒരു നിർണയ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പും പെരുവൽ മഹല്ല് റിലീഫ് കമ്മിറ്റി പല പരിപാടികളും ആസൂത്രണം ചെയ്ത് ചെയ്യാറുണ്ട്. നേത്ര പരിശോധനയ്ക്ക് റിഷാന, അൻഷിത, റംഷിയ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മാവൂർ. SPC ക്രിസ്മസ് അവധിക്കാല ക്യാമ്പുകൾ സമാപിച്ചു. ബേപ്പൂർ ഹൈസ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം SHO സുമേഷ് നിർവഹിച്ചു. ശുചീകരണവും ബോധവൽക്കരണ ക്ലാസുകളും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. രാവിലെ ഡ്രിൽ പരേഡോടെയാണ് ക്യാമ്പ് ആരംഭിച്ചത്. ഫ്ലാഗ് ഹോസ്റ്റിംഗ്, വൃക്ഷത്തൈ നടൽ, പുളിമൂട് ശുചീകരിക്കൽ എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. മെന്റൽ ഹെൽത്തിന്റെ ആവശ്യകതയും നിത്യജീവിതവും എന്ന വിഷയത്തിൽ ഡോക്ടർ ശ്രീകുമാർ ക്ലാസ് എടുത്തു. പബ്ലിക് അവയർനെസ് പ്രോഗ്രാമും സംഘടിപ്പിച്ചു. എങ്ങനെ മനോഹരമായി മറ്റുള്ള സംസാരിക്കണം, എങ്ങനെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണം, നല്ല സുഹൃത്തുക്കൾ ഉണ്ടാക്കണം, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബേസ് ആണ്. എന്താണ് ബേസ്? These are all your life skills. So ഇത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ നമ്മുടെ ബേസ് സ്ട്രോങ് ആക്കുക, നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക, നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാക്കിയെടുക്കുക, നന്നായി കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന സമയത്ത്, പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിൽ നിന്ന് ഒളിച്ചോടാണ്ട് അതിനെ സോൾവ് ചെയ്യാൻ. സോ അതിന് ഏറ്റവും നല്ല ബെസ്റ്റ് സൊല്യൂഷൻ കൊടുക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ ബേസ് സ്ട്രോങ് ആണ്. ഈ ഒരു ഗെയിം കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. നിങ്ങളെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആണ് നോക്കുക. SI അർജുൻ, CPO ലിനു മോഹൻ, വിനോദ് എന്നിവർ സംസാരിച്ചു.
മനോജ് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. നാനോ റെസിഡൻസ് അസോസിയേഷൻ വാർഷികവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ പി രാജീവ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ശോഭാ മനോജിന്റെ പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും നാനോ റെസിഡൻസ് അസോസിയേഷൻ വാർഷികവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ കെ രാജീവ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് കെ പി റജി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി വി വി സനോഷ്, രക്ഷാധികാരി കെ വിജയൻ, ട്രഷറർ വി ദേവൻ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ പരിധിയിലെ SSLCക്ക് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. സ്വാമി ശരണം അയ്യപ്പ ശരണം, സ്വാമി ശരണം അയ്യപ്പ ശരണം, സ്വാമിയേ ശരണം. ആഘോഷ പരിപാടികൾക്ക് പി മനോജ്, കെ ഉണ്ണികൃഷ്ണൻ, ടി ശ്രീധരൻ, കെ പി ബൈജു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്കാണ് പ്രഥമ പരിഗണനയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം. കോഴിക്കോട് ഇരിങ്ങാടൻപള്ളി ജംഗ്ഷന് സമീപം വാഹനാപകടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കോഴി ഫാം ഉടമകൾ കൃത്രിമ ക്ഷാമം സൃഷ്ടിച്ച് ചിക്കന് വില വർദ്ധിപ്പിക്കുകയാണെന്ന് ചിക്കൻ വ്യാപാരികൾ. കൃഷിക്കാരൻ കൂടിയായതുകൊണ്ടാണ് താൻ ദിവസം മുഴുവനും ഊർജ്ജസ്വലനായിരിക്കുന്നതെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ O സദാശിവൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.